ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതാണ് കേട്ടോ. അപ്പോൾ ഇതാ 15ാമത്തെ നോമ്പിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കാലമായി നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഇന്നിതാ ഞായറാഴ്ച ആണെങ്കിൽ കൂടി കേശുക്ക് എക്സാം ഉണ്ട് കേട്ടോ, മദ്രസത്തെ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നല്ല അടിപൊളി ഒരു റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിലും അതിനുശേഷം കുറച്ച് സമയം കൂടി ചിലപ്പോൾ ബസ് വരാനുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കാൻ നോക്കും കേട്ടോ, പഠിക്കാനുള്ളതൊക്കെ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മളൊരു മനസ്സമാധാനത്തിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതേമാതിരി ചിലപ്പോൾ വിട്ടുപോയ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ ചെയ്തെടുക്കുക. പോയാ പോയില്ല. പിന്നെ ഓളയും കൂടി ഒന്ന് ഫ്രഷ് ആക്കി ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് മുറ്റത്തൊക്കെ ഒരുപാട് പണികളുണ്ട്, അതുപോലെ തന്നെ നടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് വന്നതിന് ശേഷം മുറ്റത്തേക്ക് ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇറങ്ങാൻ പോകുന്നത്. പൊതുവേ അങ്ങനെ ചണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മൾ അടിച്ചു വാരി കഴിയുമ്പം കൂട്ടിയിടുമ്പോൾ അങ്ങനെ ഒരുപാട് ചണ്ടിയുള്ള പോലെ തോന്നും. പക്ഷെ എന്നാലും ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. മുറ്റത്തുള്ളതിനേക്കാളും കൂടുതൽ ചണ്ടിയും കാര്യങ്ങളും ഈ ഒരു പുല്ലിലാട്ടം ഉണ്ടാവുക. കാരണം മുറ്റത്ത് പറഞ്ഞാൽ ഞാൻ പേപ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുറ്റത്തേക്ക് ഞാൻ ഇടാൻ സമ്മതിക്കില്ല, ഞാൻ വേസ്റ്റ് തന്നെയാണ് ഇടിപ്പിക്കൽ. അതുകൊണ്ട് അങ്ങനെ മുറ്റത്ത് അങ്ങനെ ചണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ മരങ്ങളൊക്കെ വലുതായപ്പോൾ പിന്നെ ഫുൾ ഇല കൊഴിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ പുല്ലിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അത് ക്ലീനാക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്ലീനായ പോലെ ആയി. പിന്നെ ജസ്റ്റ് ഒന്ന് മുറ്റൊന്ന് അടിച്ച് വാരി എടുക്കാനേ ഉണ്ടാവുള്ളൂ. മുറ്റത്ത് പിന്നെ ചണ്ടി വരികയെന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ എവിടെന്നെങ്കിലും പാറി വരുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ അങ്ങനെ മുറ്റത്ത് ചണ്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കഞ്ഞിക്കുറുക്കൻ്റെ ഇല, പനിക്കുറുക്ക എന്താ പറയുക എനിക്കറിയില്ല, ഒറിഗാനോൻ്റെ ലീവ്സ് ഉണ്ടല്ലോ, അത് വെറുതെ ഇങ്ങനെ പറിച്ചിങ്ങനെ തിന്നിട്ടോ, 2ആളും തിന്നും. അപ്പോൾ അത് പറിച്ചിട്ട് വണ്ടീനുള്ളിൽ സ്റ്റോക്കാക്കിയാണ് ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിങ്ങനെ തിന്നണുണ്ട്. അതുപോലെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ കാണാതായാലും ഇപ്പോൾ ഈ വണ്ടീനുള്ളിൽ നോക്കിയാൽ മതി, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ ഇതാ ഈ കാണുന്ന ലീവ്സൊക്കെ വെട്ടാനായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം പറഞ്ഞ പോലെ മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങലില്ല. പിന്നെ ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ മുറ്റത്ത്. ഇന്നിപ്പം ചെറിയൊരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അടിച്ചു വരാൻ കരുതി ഇറങ്ങിയതാണ്. അങ്ങനെ ഇതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കേശ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ, സമയം വന്നണം. അപ്പോൾ അധിക ദിവസം കഞ്ഞിയാണ് ഉണ്ടാവില്ല, അപ്പോൾ എന്നും കഞ്ഞി കൊടുത്ത് പരാതിയായിട്ടോ. അപ്പോൾ ചില ദിവസം ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ ഉള്ള പച്ചക്കറികളും കുറച്ച് നമ്മളെ കിച്ചടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു റൈസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. മാക്സിമം എല്ലാ പച്ചക്കറികളും ഇൻക്ലൂഡ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു ക്യൂബ് മറ്റേ ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരിത്തിരി ഉപ്പിട്ടോ, ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പശു നെയ്യൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ല കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടുന്ന നെയ്യ് നല്ലതാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇനി അത് 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സിമ്പിൾ റൈസ് റെസിപ്പിയാണ്. അങ്ങനെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇന്ന് നമ്മൾ പട്ടാണിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പട്ടാണിക്കറി ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിലും ഷോർട്സിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ജസ്റ്റ് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്ന പട്ടാണിക്കറി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാത്തരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ചിക്കനും ബീഫൊക്കെ ആയതുകൊണ്ട് തന്നെ പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സാധാ ചോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിന്നാൻ നല്ല പൂതിയാവുണ്ട്. പക്ഷേ ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ചോറ് ഹസ്ബൻഡിന് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലാഗ് ആയിപ്പിക്കുകയാണ്. അങ്ങനെ അതാ തേങ്ങാപ്പാലിനുള്ള പരിപാടിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ഇതാ ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ജ്യൂസ് ആക്കുന്നത്. ജ്യൂസല്ല ഷേക്ക് അടിക്കുന്നത് കേട്ടോ. നേന്ത്രപ്പഴം വെച്ചിട്ട് ഷേക്ക് ജ്യൂസൊന്നും ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണേ. ഞാനിപ്പോൾ ഇത് 2 നേന്ത്രപ്പഴം അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും പാലും നല്ല തണുത്ത വെള്ളം കൂടി വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് അടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നേരത്തെ അടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം തന്നെ അടിച്ച് അപ്പം തന്നെ കുടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടാണിക്കറിക്ക് കോംബോ ആയിട്ട് ഞാനിതാ ആ ഒരു ഡബിൾ ഹോസിൻ്റെ ഈസി വെള്ളപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നൂൽപുട്ടാണെങ്കിലും അതുപോലെ പത്തിരിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാണ് കേട്ടോ ആ ഒരു പട്ടാണിക്കറി. അപ്പോൾ ചെയ്ത് നോക്കാത്തവരെ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. നല്ലൊരു സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാൻ ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പീസ്, കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില. ഇത്രയും കൂടി ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. സോറി പറഞ്ഞപ്പോൾ മാറിപ്പോയതോട്ടോ. ചുവന്നുള്ളി അല്ല, ചുവന്ന മുളകാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒന്ന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി. എരിവിന് നമ്മൾ മുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതിന് പകരം കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി മൊത്തത്തിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്കിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടോഫി കബാബാണ് കേട്ടോ. ടോഫി എന്ന് പറഞ്ഞാൽ മിഠായി. അപ്പോൾ മിഠായിൻ്റെ ഷേപ്പിലുള്ള ഒരു കബാബാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാൻ അരമുറി ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ കുറച്ച് ഓയിൽ വേണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അടച്ചിട്ട്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രം കഴുകലും മറ്റുള്ള പല പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവണമെങ്കിൽ തടവാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ടല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ പ്ലെയിൻ ആയിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളിൽ ഈ ഒരു ചീസിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് സാധാരണ നമ്മൾ പ്രോസസ് ചീസ് വാങ്ങുമല്ലോ, അതിങ്ങനെ കട്ടാക്കി വെച്ചതാണ്. മൊസറല്ല വേണമെങ്കിൽ ഏത് ചീസും ഇഷ്ടമുള്ളതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാട്ടോ. നിങ്ങൾക്ക് കിഡ്സ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ
അങ്ങനെ നമ്മളെ എല്ലാ കബാബും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ഫോയിൽ പേപ്പർ ആവശ്യമാണ് കേട്ടോ. ഫോയിൽ പേപ്പർ ഇതുപോലുള്ള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലിതൊന്ന് റാപ്പ് ചെയ്തിട്ട് നമ്മൾ മിഠായി പൊതിയുന്ന പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു കൗതുകമായിരിക്കും. അപ്പോൾ നോമ്പെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട ഉണ്ടാക്കാൻ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു നമ്മളെ ടോഫി കബാബ്സ് ഒക്കെ അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് ഒരു 2 മിനിറ്റ് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ഓരോ സൈഡ് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. എല്ലാ സൈഡും ഒന്ന് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ലാസ്റ്റ് ഇത് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ എല്ലാ സൈഡും കൂടി ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഉള്ളിലൊന്നും വേവില്ല എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഉള്ളിലുള്ള ആ ചീസ് വരെ നന്നായിട്ട് മെൽറ്റായി വരും. അങ്ങനെ നമ്മളെ ചിക്കൻ ടോഫി കബാബ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വെന്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ചൂടാകുമ്പോഴാണ് ആ ഒരു ചീസൊക്കെ മെൽറ്റായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്താൽ മതി ഫ്രൈയിങ് ഒക്കെ. ഇതാ കണ്ടോ, ചീസ് കണ്ടില്ലേ, നല്ലോണം മെൽറ്റായി നല്ലോണം വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഈ ഒരു റെസിപ്പി. ഞാൻ കുറച്ച് കിച്ചടി പരിപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. കിച്ചടി പരിപ്പിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്ത് നോമ്പ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ ഒരു അപ്പം ചുട്ടെടുത്തത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെക്കാത്തതുകൊണ്ട് തന്നെ നല്ലോണം പതഞ്ഞ് പൊന്തി ചിന്തി പോയിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ 2 എണ്ണമൊക്കെ ഈ ഒരു പത്തിരി തവമ്മൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ. നോമ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്തോ ചായ കുടിക്കാൻ ഭയങ്കര ഒരു കൊതി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാറ്റി നല്ലൊരു കോഫിയും കൂടി ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്തായാലും ജസ്റ്റ് ഒരു കമൻറ്റ്, ഒരു സ്മൈലെങ്കിലും എഴുതി അറിയിക്കുക കേട്ടോ. നമ്മൾ വീഡിയോസ് നോമ്പ് തുടങ്ങിയതിന് ശേഷം വീഡിയോസ് കാണാനിട്ടാണോ എന്ന് എനിക്കറിയില്ല. വീഡിയോക്ക് കമൻറ്റും ലൈക്കൊക്കെ കുറവാണ്, വ്യൂസും അത്യാവശ്യം നല്ല കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് കൂടെ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ താഴെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യാം. അപ്പോഴാണ് നമ്മളെ വീഡിയോക്ക് കൂടുതൽ റീച്ചൊക്കെ കിട്ടുക കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് റീച്ച് ഇല്ല എന്നുണ്ടാകുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.